ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എനിക്ക് മകൾ ജനിച്ചതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അവളുടെ നൂലുകെട്ടാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എല്ലാവരെയും ക്ഷണിക്കാതെ നമ്മൾ അടുത്തുള്ള റിലേറ്റീവ്സും ഫ്രണ്ട്സിനും മാത്രം ക്ഷണിച്ചുകൊണ്ട് ഒരു കൊച്ചു ഫംഗ്ഷനാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡെക്കറേഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓരോ ആൾക്കാരായിട്ട് കുറച്ച് കുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഓരോരോ എല്ലാവരെയും വിളിച്ച് ഒരുമിച്ച് നടത്തണമെങ്കിൽ ഫംഗ്ഷൻ വലുതാവും. സോ അങ്ങനെ നടത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ടി അങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നു പോകാനാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പേരെ വിളിച്ച് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് വീടിൻ്റെ സൈഡിൽ നിന്നും പല അഭിപ്രായങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇൻ്റർ കാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്താണ് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളും ഇനി വരാതിരിക്കാൻ വേണ്ടി രണ്ട് വീട്ടുകാരുടെയും അവരുടേതായിട്ടുള്ള രീതിയിൽ നടത്താവുന്ന രീതിയിലും നടത്തി ലാസ്റ്റ് ഇതുവരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഫസ്റ്റ് ചടങ്ങിലേക്ക് കടക്കാം. കൊച്ചിൻ്റെ നൂല് കെട്ടാണ്. അതുകൊണ്ട് വളയും നൂല് കെട്ടൊക്കെ ഫസ്റ്റ് ഇട്ടതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള ഈ കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ്സോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഫസ്റ്റ് അച്ഛനായ ഞാൻ തന്നെയാണ് ഇടേണ്ടത്. ഞാൻ ഇട്ടതിന് ശേഷമായിരിക്കും ബാക്കിയുള്ളവർ ഇടേണ്ടത്. പക്ഷെ നമുക്ക് എല്ലാവരും ഇടുന്ന കാര്യങ്ങളും തിങ്സും എല്ലാം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, മീൻസ് എല്ലാവരും ഇടുന്നത് കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ ടോട്ടലി വീഡിയോ വരും. ആരും കാണത്തുമില്ല, വീഡിയോ ലാഗ് ഓടിക്കും, ബോർ ഓടിക്കും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ വീഡിയോ ഫുൾ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും വന്നവർക്ക് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ നെയിം റിവീലിംഗ് ഉണ്ട്. പിന്നെ കുറച്ച് കലാപരിപാടികൾ, ആരെങ്കിലും പാട്ടൊക്കെ പാടി നമ്മുടെ കുടുംബത്തിൽ അതൊക്കെ ഉള്ളതാണ്. സോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ടോട്ടലിയുള്ള ഫംഗ്ഷൻ അവസാനിക്കുന്നത്. സോ ഇപ്പോൾ അവളെൻ്റെ വൈഫ് ഇടുകയാണ്. വളയും മാലയും എല്ലാം ഇട്ടതിന് ശേഷം ആയിരിക്കും മറ്റുള്ളവർ ഇട്ട് തുടങ്ങുന്നത്. സോ ഇത് കഴിഞ്ഞായിരിക്കും നെയിം റിവീലിംഗ് വരുന്നത്. നെയിം റിവീലിംഗ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല. അത് കാണണമെങ്കിൽ നിങ്ങൾ അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റും.